തമിഴിൽ നിന്നും ഒട്ടും ഹൈപ്പില്ലാതെ വന്നൊരു സിനിമയാണ് ബ്ലാസ്റ്റ്. അർജുൻ നായകനായ സിനിമ. ഹൈപ്പ് കൊടുക്കാൻ അർജുന് അത്രയ്ക്ക് ആരാധകരൊന്നും ഇപ്പോ തമിഴിലായാലും മലയാളത്തിലായാലും ഇല്ല. ഗംഭീരമായ ഒരുപാട് സിനിമകൾക്ക്, ആക്ഷൻ സിനിമകൾക്ക് നായകനായിട്ടുള്ള ആളാണ് അർജുൻ. അർജുന്റെ ഏറ്റവും പുതിയ സിനിമയാണ് ബ്ലാസ്റ്റ്. ബ്ലാസ്റ്റിന്റെ വിശേഷങ്ങൾ. ഒട്ടും ഹൈപ്പില്ലാതെ വന്നൊരു സിനിമ എന്ന രീതിയിൽ തന്നെയാണ് ഞാൻ ഇതിനെ കണ്ടത്. ആദ്യത്തെ പ്രതികരണങ്ങൾ കാണുമ്പോൾ നമുക്ക് അങ്ങനെ കാണാൻ, സിനിമയുടെ പേര് കേൾക്കുമ്പോഴൊന്നും കാണാൻ തോന്നാത്തൊരു സിനിമ. പക്ഷെ പിന്നീട് ഇതിന്റെ റിവ്യൂസ് ഇങ്ങനെ കാണുമ്പോൾ കണ്ടവരൊക്കെ നല്ല അഭിപ്രായം പറയുമ്പോൾ അങ്ങനെ പോയി കണ്ട ഒരു സിനിമയാണ് ബ്ലാസ്റ്റ്. സംഗതി കലക്കനാണ്, കിടിലം. അർജുൻ, അതുപോലെ തന്നെ അർജുന്റെ മകളായിട്ട് അഭിനയിച്ചുള്ള പ്രീതി മുകുന്ദൻ, രണ്ടുപേരുടെ പെർഫോമൻസ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അർജുൻ പിന്നെ ആക്ഷൻ കൊണ്ട് എന്താ പറയുക, കിടുക്കാച്ചിയാണ്. അതുപോലെ തന്നെ പ്രീതി മുകുന്ദൻ, ആ പെൺകുട്ടിയുടെ ആക്ഷനാണ് പ്രത്യേകം. നല്ല രീതിയിൽ അഭിനയിക്കുന്നുണ്ട്. ഒപ്പം സ്റ്റണ്ട് സീനിലൊക്കെ ആ കുട്ടി കാണിച്ച ഗംഭീര പെർഫോമൻസ് എത്രമാത്രം എടുത്ത് പറയാവുന്ന ഒരു, അത്രയും ഹാറ്റ്സ് ഓഫ് എന്നൊക്കെ പറയില്ലേ, ആ രീതിയിലുള്ള പെർഫോമൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു നായികയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. സിനിമ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിൽക്കുന്നില്ല. പിന്നെ നമ്മളെ വേറൊന്നും ചിന്തിക്കാത്ത തരത്തിൽ നമ്മളെ ഇമോഷണലി കണക്ട് ചെയ്ത്, ത്രില്ലറിലൂടെ കണക്ട് ചെയ്ത് ഈ സിനിമ മുന്നോട്ട് പോകുന്നുണ്ട്. അത് തന്നെയാണ് ഒരു തിയേറ്ററിൽ ഒരു സിനിമയുടെ വിജയം എന്ന് പറയുന്നത്. ഒരു തിയേറ്റർ നല്ല ഫുള്ള് ഓഡിയൻസൊക്കെ ആയിട്ട് പക്ക എൻഗേജിങ് ആയിട്ട് നമുക്ക് കണ്ടിരിക്കാവുന്നൊരു വളരെ ത്രില്ലർ ആക്ഷൻ മൂവി തന്നെയാണ് ബ്ലാസ്റ്റ്. ഇതിൻ്റെ സംവിധായകൻ സുഭാഷ് കെ രാജ്, അദ്ദേഹത്തിൻ്റെ ഡയറക്ഷൻ അത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. ആ ഡയറക്ഷനിലൂടെയാണ് ഈ സിനിമയുടെ വലിയൊരു വളർച്ച വരുന്നത്. ആ ഭാഗത്ത് അയാൾ ഗംഭീരമായ പ്രകടനം തന്നെ കാഴ്ചവെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സിനിമയുടെ എഴുത്ത്, സ്ക്രിപ്റ്റ് ഭാഗത്തും സൂപ്പർ. ഒരു വലിയ കോർപ്പറേറ്റ് ഭീമന്മാരുമായിട്ടുള്ള ഒരു ചെറിയ ഫാമിലി ഏറ്റുമുട്ടുന്ന ഒരു സംഭവത്തിനെ നമ്മളിങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കും, ഇതെങ്ങനെ ഇവർക്ക് ഏറ്റുമുട്ടാൻ കഴിയും എന്നുള്ളത്. പിന്നെ സിനിമയാണ്, ത്രില്ലർ സിനിമയാണ്, ആക്ഷൻ സിനിമയാണ്. മറ്റു ലോജിക്കുകളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഒരു സിനിമ എന്ന രീതിയിൽ ഒരു എന്താ പറയുക, ഒരു ഗംഭീര ആക്ഷൻ സിനിമ കാണുന്ന പ്രതീതിയിൽ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ബ്ലാസ്റ്റ് എന്നുള്ള സിനിമയ്ക്ക് ഇനിയും ഇപ്പം രണ്ടാമത്തെ ആഴ്ചയിൽ കിടക്കുമ്പോൾ അർജുൻ്റെ സിനിമകളിൽ റെക്കോർഡ് കളക്ഷനൊക്കെ നേടിയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ജെന്റിൽമാൻ, മുതൽവൻ തുടങ്ങിയ സിനിമകളൊക്കെ അദ്ദേഹത്തിൻ്റെ നല്ല സിനിമകൾ, ഒരുപാട് നല്ല കളക്ഷൻ നേടിയിട്ടുള്ള സിനിമകളാണ്. അക്കൂട്ടത്തിലേക്ക് ഇതാ ബ്ലാസ്റ്റ് അതിനെയൊക്കെ മറികടക്കും എന്ന രീതിയിൽ മലയാളത്തിൽ നിന്ന് പോലും നല്ല കളക്ഷനാണ്. തിയേറ്ററിൽ ഇപ്പോൾ ഹൗസ്ഫുൾ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കും രണ്ടാമത്തെ ആഴ്ച വരുമ്പോൾ. എന്തായാലും 2-3 ആഴ്ച തീർച്ചയായിട്ടും നല്ല ആളുകളുമായിട്ട്, നല്ല ഓഡിയൻസുമായിട്ട് ഈ സിനിമ മുന്നോട്ട് പോകുന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇത്തരം സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം.